ആന്ധ്രാപ്രദേശിലെ വിജയവാഡ നഗരത്തിന് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന യനമലക്കുടുരുവിലെ ശ്രീ പാർവതി സമേത രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം. കൃഷ്ണനദിയുടെ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 612 അടി ഉയരത്തിലുള്ള ശിവന്റെ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ശ്രീകോവിലിലെ പ്രധാന പ്രതിഷ്ഠ സ്വയം പ്രകടമായ വായുലിംഗമാണ്. ഒരു പുരാതന കഥ അനുസരിച്ച് മഹാനായ പരശുരാമ ഋഷി ഈ സ്ഥലത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചു. പണ്ട് 1000-ലധികം ഋഷിമാർ, സന്യാസിമാർ വർഷങ്ങളോളം ഈ കുന്നിൽ തപസ്സു ചെയ്തു. അതിനാൽ ഈ ഗ്രാമത്തിന് വേമുനുല കുതുരു എന്ന പേര് ലഭിച്ചു. അത് പിന്നീട് യാനമലകുടുരു ആയി മാറി. ഈ സ്ഥലം മുനിഗിരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ശാന്തവുമായ അന്തരീക്ഷത്തിൽ നന്നായി പരിപാലിക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. കുന്നിൻ മുകളിലെ മനോഹരമായ ഈ ക്ഷേത്രം രാത്രി വെളിച്ചത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. വിജയവാഡ നഗരത്തിന്റെ പല ഭാഗങ്ങളും അതിനടുത്തായി ശാന്തമായ കൃഷ്ണനദിയും കടന്നുപോകുന്നത് കാണാൻ കഴിയും. ശ്രീകോവിലിലെ പ്രധാന പ്രതിഷ്ഠ സ്വയം പ്രകടമായ വായുലിംഗമാണ്. ഒരു പുരാതന കഥ അനുസരിച്ച് മഹാനായ പരശുരാമ ഋഷി ഈ സ്ഥലത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചു. പണ്ട് 1000-ലധികം ഋഷിമാർ വർഷങ്ങളോളം ഈ കുന്നിൽ തപസ്സു ചെയ്തു. അതിനാൽ ഈ ഗ്രാമത്തിന് വേമുനുല കുതുരു എന്ന പേര് ലഭിച്ചു. അത് പിന്നീട് യാനമലകുടുരു ആയി മാറി. ഈ സ്ഥലം മുനിഗിരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ശാന്തമായ അന്തരീക്ഷത്തിൽ നന്നായി പരിപാലിക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. കുന്നിൻ മുകളിലെ മനോഹരമായ ഈ ക്ഷേത്രം വിജയവാഡ നഗരത്തിന്റെ പല ഭാഗങ്ങളും അതിനടുത്തായി കൃഷ്ണനദിയും കടന്നുപോകുന്നത് കാണാൻ കഴിയും. ആന്ധ്രാപ്രദേശിൽ പുണ്യനദിയായ കൃഷ്ണയുടെ തീരത്തുള്ള ഒരു പ്രധാന നഗരമാണ് വിജയവാഡ. ബെസാവാഡ, എയർ, റെയിൽ, റോഡ് ശൃംഖലകൾ തുടങ്ങി എല്ലാ ഗതാഗത മാർഗങ്ങളുമായും നഗരം നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. നഗരം ചുറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം ലോക്കൽ ബസ്സുകൾ ഉപയോഗിക്കുക എന്നതാണ്. നഗരത്തിലെ എല്ലാ ആകർഷണങ്ങളും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ മാർഗം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വകാര്യ ക്യാബുകളും ഓട്ടോറിക്ഷകളും എടുക്കാം. വായുമാർഗം വിജയവാഡ നഗരത്തിന് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് 20 കിലോമീറ്റർ അകലെ ഗണ്ണവാരത്ത് സ്വന്തമായി വിമാനത്താവളമുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അടുത്തുള്ള നഗരങ്ങളായ ഗുണ്ടൂർ, ഹൈദരാബാദ്, വിശാഖപട്ടണം എന്നിവിടങ്ങളിലേക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ ലഭിക്കും. വിജയവാഡ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 19 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം. റെയിൽ വഴി വിജയവാഡ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. മഹാത്മാഗാന്ധി റോഡ്, ബെൻസ് സർക്കിൾ, NTR സർക്കിൾ വഴി ഏകദേശം 7.8 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം. റോഡ് വഴി നല്ല മോട്ടോർ റോഡുകൾ ഈ നഗരത്തെ സംസ്ഥാനത്തിന്റെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളുമായും പ്രധാന ഇന്ത്യൻ നഗരങ്ങളുമായും ബന്ധിപ്പിക്കുന്നു. പണ്ഡിറ്റ് നെഹ്റു ബസ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന വിജയവാഡ ബസ് സ്റ്റേഷൻ സമീപത്തുള്ള എല്ലാ നഗരങ്ങളിലേക്കും വിവിധ APSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നു. ചന്ദ്രകോതി പ്രതികാസ ത്രിനേത്രം ചന്ദ്രഭൂഷണം, അപിജ്ഗല ജടാജൂതം, രത്നമൌലി വിരാജിതം, കുത്ത് വിസർഗം, ചെമ്പുവിൽ നിന്ന് വെള്ളം ഒഴിച്ചാൽ മതി. ശങ്കരൻ അവന്റെ ആഗ്രഹം നിറവേറ്റും. ആ പാർവതി രാമലിംഗേശ്വരനെ ഒന്ന് ദർശിച്ചാൽ മതി. 1000 പൂർവികരുടെ അനുഗ്രഹം കിട്ടിയതുപോലെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിജയവാഡയ്ക്ക് വളരെ അടുത്താണ്. മുൻകാലങ്ങളിൽ സന്യാസിമാര് തപസ് ചെയ്യാൻ നദീതീര പ്രദേശങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു. തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ അവർ വിജയവാഡയിലെ ഏനിമുനുകുടുരു എന്ന് വിളിച്ചു. കാലക്രമേണ അതിന്റെ പേര് യനമല കുതുരു എന്നായി മാറി. കാലക്രമേണ മുങ്ങിയതിനാൽ യേനിമുനുല കുടുരു എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം പിന്നീട് യാനമല കുടുരു എന്നറിയപ്പെട്ടു. ശ്രീപാർവതി രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം കൃഷ്ണനദിയുടെ തീരത്ത് ഏകദേശം 612 അടി ഉയരമുള്ള ഒരു കുന്നിൻ മുകളിലാണ്. സ്വയംഭൂവായി അവതരിച്ച ഈ രാമലിംഗേശ്വരന് പരശുരാമൻ പ്രാണപ്രതിഷ്ഠ നടത്തിയതായി പുരാണങ്ങൾ പറയുന്നു. ഒരു കാലത്ത് യാനമലക്കുടുരു പ്രദേശം വളരെ ശാന്തവും തപസ്സിനു യോജിച്ചതുമായിരുന്നുവെന്ന ചരിത്രത്തിൽ നിന്ന് അറിയാം. അതുകൊണ്ടാണ് മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് വന്ന് ശിവനെ തപസ്സു ചെയ്തത്. അക്കാലത്ത് 1000 സന്യാസിമാർ അവിടെ കൊളുകുതിരി യജ്ഞം നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. പരശുരാമൻ അവർ ചെയ്തുകൊണ്ടിരുന്ന യജ്ഞത്തെ അസുരന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചു. ചടങ്ങ് പൂർത്തിയാക്കിയ ശേഷം പരശുരാമൻ ആ പ്രദേശത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തിയതായി സ്ഥലപുരാണം പറയുന്നു. അദ്ദേഹത്തിന്റെ സമർപ്പണം കാരണം ഇവിടെയുള്ള ഭക്തർ ശിവനെ രാമലിംഗേശ്വരൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നു. 1000 സന്യാസിമാർ ഈ കുന്നിന് ചുറ്റും ഇരുന്നു ശിവനെ തപസ്സു ചെയ്തു. കുതുറോ എന്നാൽ 1000 ആളുകളുടെ ഒത്തുകൂടൽ എന്നാണ് അർത്ഥം. കാലക്രമേണ പ്രാദേശിക ഭാഷയുടെ ആധിപത്യം മാറി. ഈ കുന്നിൻമുഖത്ത് തലയുയർത്തി നിൽക്കുന്ന ഹനുമാൻ നമ്മെ സ്വാഗതം ചെയ്യുന്നു. ഈ കുന്നിൽ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രത്തോടൊപ്പം വിഘ്നേശ്വര ക്ഷേത്രം, അയ്യപ്പസ്വാമി ക്ഷേത്രം, നാഗേന്ദ്രസ്വാമി ക്ഷേത്രങ്ങൾ എന്നിവ ശിലാനിർമ്മിതികളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശിവരാത്രി ആഘോഷങ്ങൾ ഗംഭീരമാണ്. യനമലകുടരു ശിവക്ഷേത്രം മഹാശിവരാത്രി ഉത്സവത്തിന് പ്രസിദ്ധമാണ്. 3 ദിവസമാണ് ഇവിടെ മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. 1-ാം ദിവസം പ്രഭോത്സവം, 2-ാം ദിവസം കല്യാണോത്സവം, 3-ാം ദിവസം വസന്തോത്സവം എന്നിവ നടക്കും. അവസാന ദിവസം വൈകിട്ട് കൊടി താഴ്ത്തൽ ചടങ്ങിൽ ഭഗവാൻ അർപ്പിക്കുന്ന നന്ദിചുംബനങ്ങൾ ഏറെ ശ്രേഷ്ഠമാണ്. കുട്ടികളില്ലാത്തവർ ഇവ ഭക്ഷിച്ചാൽ തീർച്ചയായും സന്താനമുണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ക്ഷേത്രങ്ങൾ വൈദ്യുത ദീപങ്ങളാലും പൂക്കളാലും അലങ്കരിച്ചിരിക്കുന്നു. ഈ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ അയൽ ഗ്രാമങ്ങളിൽ നിന്ന് മാത്രമല്ല ജില്ലയിലെ എല്ലായിടത്തുനിന്നും ആളുകൾ എത്തുന്നത്. ഗ്രാമവാസികൾ തങ്ങളുടെ ബന്ധുക്കളെ ക്ഷണിച്ച് വിരുന്ന് നൽകുന്നതാണ് പതിവ്.
കാർത്തിക മാസത്തിൽ പോലും ദസറ ആഘോഷങ്ങൾ ഇവിടെ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു. വനവാസകാലത്ത് ഈ പാർവതി രാമലിംഗേശ്വരനെ സീതാരാമന്മാർ യഥാർത്ഥത്തിൽ ദർശിക്കുകയും ആരാധിക്കുകയും ചെയ്തുവെന്നാണ് പ്രചരിക്കുന്നത്. മാത്രമല്ല നിരവധി രാജാക്കന്മാരും ചാലൂക്യരും റെഡ്ഡി രാജാക്കന്മാരും വിജയനഗര രാജാക്കന്മാരും ഈ മുങ്ങിയ വയലിൽ നിന്നുകൊണ്ട് ശിവനെ സന്ദർശിച്ചതായി പറയപ്പെടുന്നു. ഇന്നും രാത്രിയിൽ ചന്ദ്രന്മാരും ഋഷിമാരും നാഗകന്യകമാരും ഇവിടെ വന്ന് പോകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാർവതി രാമലിംഗേശ്വരനെ ആരാധിച്ചാൽ എല്ലാ വിഷമങ്ങളും നീങ്ങും, ആഗ്രഹിക്കുന്നതെല്ലാം സഫലമാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ ഒരിക്കൽ ദർശനം നടത്തുന്നത് 1000 പൂർവികരുടെ അനുഗ്രഹം ലഭിച്ചതിന് തുല്യമാണെന്നാണ് ഭക്തരുടെ ആഴത്തിലുള്ള വിശ്വാസം. ക്ഷേത്രത്തിലെ പൂജാ സമയം എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ശ്രീരാമലിംഗേശ്വര സ്വാമിയാർക്ക് ഭക്തിനിർഭരമായ ആരാധന. തുടർന്ന് 11 വരെ അഭിഷേകം. 11-ന് നീരാജൻ മന്ത്രപുഷ്പമാണ് അലങ്കാരം. തിങ്കളാഴ്ച രാവിലെ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് സുപ്രഭാതത്തോടെ ആരംഭിച്ച് രാത്രി 7 മണി കഴിഞ്ഞ് 15 മിനിറ്റിന് സ്വാമിയാരുടെ പല്ലക്കി സേവയോടെ അവസാനിക്കും. ദർശന സമയം രാവിലെ 6 മുതൽ 12 വരെ, വൈകുന്നേരം 5 മുതൽ രാത്രി 8 വരെ. വിലാസം കൊണ്ട റോഡ്, രാമലിംഗേശ്വര നഗർ, യാനമലഗുഡുരു, വിജയവാഡ, ആന്ധ്രാപ്രദേശ്. സന്ദർശിക്കാൻ ഏറ്റവും ശാന്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. പ്രാർത്ഥനകൾ അർപ്പിക്കാനും ദൈവവുമായി ബന്ധം സ്ഥാപിക്കാനും ആളുകൾക്ക് ഒത്തുകൂടാൻ കഴിയുന്ന പുണ്യസ്ഥലങ്ങളായി അവ കണക്കാക്കപ്പെടുന്നു. പലപ്പോഴും പ്രത്യാശയുടെ പ്രതീകങ്ങളായി കാണപ്പെടുകയും ആളുകളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടുകയും ചെയ്യുന്നു. പലർക്കും ബുദ്ധിമുട്ടുള്ള കാലത്ത് ക്ഷേത്രം ഒരു മരുപ്പച്ചയാണ്. ആത്മീയ വികസനത്തിനും വളർച്ചയ്ക്കും പ്രധാനമാണ്. ഉപദേശത്തിനായി ആളുകൾ അവരുടെ പ്രിയപ്പെട്ട ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവിടെ പോകുന്നു. ഭൂരിഭാഗം ആളുകൾക്കും ആത്മീയവും മതപരവുമായ കാര്യങ്ങളിൽ അത് അവരുടെ ആദ്യ ഓപ്ഷനായി തുടരുന്നു. ആത്മീയ ആശ്വാസവും ദൈവിക പ്രീതിയും തേടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വിജയവാഡയിലെ യനമലക്കുടരുവിൽ ഉള്ളതിനേക്കാൾ വളരെ വലിയ ലക്ഷ്യമാണ് നൽകുന്നത്. സമർപ്പിത ദേവന്റെ വസതി. ക്ഷേത്രം ഒരു ജീവനുള്ള കെട്ടിടമാണ്. അതിനാൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമൂഹങ്ങളിൽ നിലനിൽക്കും.